സന്നിധിയിലേക്ക് നമുക്ക് ഈ ഒരു മണിക്കൂറിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ ഈ ഇരടികളോട് ചേർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറഞ്ഞ് കവിയട്ടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഈ ഇരുടികൾ ചേർന്നുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, യാചനകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈവ് സെഷനിലേക്ക് പോകാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനോ ഇരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനോ ഇരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ പ്രതിഷ്ഠിക്കാം. അമ്മയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ സ്വരമരുവിയായി ചേരും. നൈരാശവനിയിൽ പ്രത്യാശ പകരും പുഷ്പങ്ങൾ വിടരും. നൈരാശവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്നുടെ അമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അകതാരിലേക്കും ആത്മസുഗന്ധം, സ്നേഹത്തിലൊന്നായ ബന്ധം. അകതാരിലേക്കും ആത്മസുഗന്ധം, സ്നേഹത്തിലൊന്നായ ബന്ധം. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹ
സഹരക്ഷകയായി നിൽപ്പൂ. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽപ്പൂ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം, ഒരു മണിക്കൂറുകളെല്ലാം ദൈവത്തെ ആരാധിക്കുവാനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സ്തുതിക്കുവാനും പോകുന്ന മണിക്കൂറുകളാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ മണിക്കൂറുകളോട് നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കാം. പരിശുദ്ധനായ ദൈവത്തെ, ദൈവാത്മാവിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിളിക്കാം. വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനാവില്ല. ദൈവാത്മാവിൻ്റെ കൃപകളാൽ നിറയപ്പെടുവാനായിട്ട്, ശക്തിപ്പെടുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വരം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറഞ്ഞ് കവിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിറയണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് വിളിച്ച് ആരാധിക്കാം. ആ ദൈവത്തെ വിളിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് യാചിക്കാം. പാവനാത്മാവേ പരിശുദ്ധനേ, പാവന സ്നേഹത്തിനടയാളമേ. പാവനാത്മാവേ പരിശുദ്ധനേ, പാവന സ്നേഹത്തിനടയാളമേ. പാപികൾ ഞങ്ങളിൽ നിറയണമേ, പാരിതിൽ ദീപമായി തെളിയണമേ. പാപികൾ ഞങ്ങളിൽ നിറയണമേ, പാരിതിൽ ദീപമായി തെളിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം സമർപ്പിക്കാം. നമ്മുടെ കുറവുകളിലേക്ക് നിറവുകളായി പരിശുദ്ധാത്മാവെ നിറയണമേ. എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ വേദനകളിലേക്കും, എല്ലാ ദുഃഖങ്ങളിലേക്കും പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സന്തോഷത്താൽ നിന്റെ ആനന്ദത്താൽ നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ അസ്വസ്ഥതകളും നീങ്ങി കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കടന്നു വരയണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ ശക്തി നമ്മൾ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളട്ടെ. തളരും ജീവിത മരു
മരുഭൂമിയിൽ തെളിനീരുറവയായി ഒഴുകി വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരും ജീവിത മരുഭൂമിയിൽ തെളിനീരുറവയായി ഒഴുകി വരൂ. ആത്മാവിൽ പുതുജന്മം തരൂ, ആത്മീയാനന്ദം പകർന്നു തരൂ. ആത്മാവേ, പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകമായി കടന്നു വരണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ആത്മാവേ, പാവനാത്മാവേ, അഭിഷേകമായി നീ നിറയണമേ. ഹല്ലേലൂയ, ശക്തമായ ദൈവമേ, ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഞങ്ങൾ ശുദ്ധിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഇത് ദാഹത്തോടെ നിൽക്കുന്നു. ജീവജലത്തിന്റെ അരുവി, ജീവജലത്തിന്റെ അരുവി ഞങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus, Jesus, hallelujah. Pour out your spirit, Lord Jesus. Pour out your spirit. Hallelujah, 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 hallelujah. Oh, പരിശുദ്ധാത്മാവായ ദൈവമേ, hallelujah, hallelujah. സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ, സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ. ദൈവാത്മാവിന്റെ ചൈതന്യം, ചൈതന്യം നിറയട്ടെ. Hallelujah, 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 hallelujah. യേശുവേ, യേശുവേ, hallelujah, 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 hallelujah. യേശുവേ, 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 സകലരും സ്തുതിക്കട്ടെ. സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്ന സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനോ നന്ദി പറയുന്നു. യേശുവേ, നിന്റെ സ്നേഹത്താൽ, നിന്റെ ആനന്ദത്താൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കുന്നതിനോ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളെ നിറയണമേ, നിറഞ്ഞ കവിയണമേ. യേശുവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി ഉയർത്തുകയാണ്. നിന്റെ കൃപയ്ക്ക് കീഴിലേക്ക് ഞങ്ങളെ നിർത്തുകയാണ്. നിന്റെ കൃപ ഒന്ന് മാത്രം മതി, നിന്റെ കൃപ ഒന്ന് മാത്രം മതി കർത്താവേ. ഞങ്ങൾക്ക് സ്വയം നീ നിറയണമേ. നിന്റെ സൗഖ്യത്താൽ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം ഞങ്ങളുടെ വേദനകൾ, നിരാശകൾ എല്ലാം തകർക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം പരിശുദ്ധനായ ദൈവമേ, അക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും സകല മാലാഹ വൃന്ദങ്ങളോടും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തന്ന ഈ കൃപയോർത്തുകൊണ്ട്, ഈ ജീവിതത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായി
പരിശുദ്ധനായ മഹോന്നതനായ ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന കർത്താവ് ഈ ഒരു കഴിവിനെയും കൃപകളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ് കർത്താവ്. ഇത് കാണുന്ന ഒരു വ്യക്തികൾ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവ്. അവരിലേക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിവസങ്ങളായി കർത്താവ് ഈ ഒരു തിരുപ്പിറവിയിലേക്ക് ഞങ്ങൾ അടുക്കുമ്പോഴെല്ലാം കർത്താവ് നിന്റെ സ്നേഹത്തിൻ്റെ, നിന്റെ കൃപയുടെ, നിന്റെ വലിയ ശക്തിയുടെ നിറമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം, സന്തോഷം എല്ലാം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഓ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നിന്റെ സ്നേഹത്താലും നിന്റെ സന്തോഷത്താലും ഞങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ഓ പരിശുദ്ധനായ ദൈവമേ, ഒരിക്കൽ കൂടി നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ ആരാധിക്കുന്നു. സങ്കീർത്തനം 95 ഇപ്രകാരം പറയുന്നു: വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതികൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധരിൽ പരിശുദ്ധനായ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വാഴുന്ന കോടാനുകോടികളുടെ രാജാവായ നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി പുകഴ്ത്താം. പരിശുദ്ധൻ, മഹോന്നത ദൈവം, ഭൂമിയിൽ എങ്ങും വിളങ്ങുന്ന മഹേശൻ, ഉന്നതനായവൻ, അവൻ്റെ സന്നിധിയിലേക്ക് സകല ശക്തിയോടും സ്നേഹത്തോടും ഏറ്റവും യോഗ്യനായ ആ ദൈവത്തെ ഈ നിമിഷം ഗാനാലാപത്തോടെ നമുക്ക് സ്തോത്രങ്ങൾ പാടി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നതദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നതദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ.
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാം മിശിഹാ ഹല്ലേലൂയാ സ്തുതിക്കുന്ന ഈശോയെ, മഹോന്നതനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധനായവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. Thank you Lord. We praise you. We praise you Jesus. Thank you Jesus. Thank you Jesus. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:1 ഇപ്രകാരം പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഓരോ പ്രഭാതത്തിലും ഒരപ്പൻ്റെ സ്നേഹത്തോടെ, ആ വാത്സല്യത്തോടെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് പുത്തൻ സ്നേഹത്താൽ നമ്മെ പൊതിഞ്ഞ് നമ്മെ തലോടി ഉണർത്തുന്ന നമ്മുടെ അപ്പൻ്റെ സ്നേഹം എന്നും നമ്മൾ ആസ്വദിക്കുന്നതാണ്. ആ നിമിഷം മുതൽ രാത്രി കിടക്കാനായിട്ട് നമ്മൾ പോകുന്നവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോഴും നമ്മുടെ വലത്ത് കരം മുറുകെ പിടിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന കാരുണ്യവാനായ, സ്നേഹവാനായ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തിരിച്ചറിയുന്നത്. എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട് ഇവയൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രയത്നം കൊണ്ടോ നമ്മൾ നേടിയെടുക്കുന്നതാണെന്ന്. എന്നാൽ ഈശോയെ, ഞങ്ങൾ ഇതാ തിരിച്ചറിയുന്നു, നിന്റെ സ്നേഹമാണ്, നിന്റെ ദയയാണ്, നിന്റെ കാരുണ്യമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. നിന്റെ ദാനമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല. ഈശോയെ, നിന്റെ ആ ദാനം, നിന്റെ ആ സ്നേഹം ഈശോയെ ഓരോ നിമിഷവും ഞങ്ങൾ നുകരുകയാണ്. നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കുകയാണ്. പക്ഷേ ആ സ്നേഹത്തെ ഓർത്ത്, ആ കാരുണ്യത്തെ ഓർത്ത് തമ്പുരാനെ ഈ നിമിഷം ഞങ്ങൾ നിന്നെ പാടി സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഏറ്റു പാടുന്നു. നിന്റെ ദാനം ഞങ്ങൾ അനുഭവിച്ചു, നിന്റെ സ്നേഹം ഞങ്ങളെ രുചിച്ചറിഞ്ഞതാണ്. അത്ര മാധുര്യമേറിയതൊന്നും തമ്പുരാനെ ഇന്ന്
വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ സ്നേഹത്തിൻ്റെ മാധുര്യം ഇനിയും ആവോളം ആസ്വദിക്കുവാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഏറ്റുപാടുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. 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 യേശുവേ എൻ ദൈവമേ, കർത്താവേ, നീ എന്നും മതിയായവൻ. അപ്പാ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അർഹതയില്ലാതിരുന്നിട്ടും ഞങ്ങളെ ഓരോ നിമിഷവും ചേർത്ത് പിടിച്ചു നിന്നെ സ്നേഹിക്കുന്ന, മാറോടണയ്ക്കുന്ന നിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അപ്പാ, ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ തുടിച്ചു താടുകയാണപ്പാ. ഞങ്ങൾ ഏറ്റുപാടുന്നു, നീ മാത്രം മതി. അപ്പാ, സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? ഭൂമിയിലും അങ്ങല്ലാതെ മറ്റാരെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആനന്ദം. അതെ അപ്പാ, നീ മാത്രം മതിയായവൻ, നീ മാത്രം മതിയായവൻ. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാ തരങ്ങളേറ്റും പാടട്ടെ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇത്രയധികം സ്നേഹമുള്ളൊരു അപ്പച്ചൻ നമുക്കുണ്ടായിട്ടും പലപ്പോഴും നമ്മളൊരു അനാഥനെ പോലെ എനിക്കാരുമില്ല എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലപിച്ചിട്ടുണ്ട്. ഈ നിമിഷം തിരിച്ചറിയുക, നമ്മൾ അനാഥരല്ല. ഈ ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവായ, പരിപാലകനായ, സർവശക്തനായ ദൈവമാണ് നമ്മുടെ അപ്പച്ചൻ. ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ഏറ്റു പറയാം, ഇന്ന് നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ അപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആ ഒരു പ്രത്യാശയിൽ നമ്മുടെ അപ്പൻ അറിഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നെങ്കിൽ അവൻ നോക്കിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവൻ താങ്ങിക്കൊള്ളും. അവൻ നിന്റെ അപ്പനാണ് എന്നെ ആ ഒരു തിരിച്ചറിവിൽ നമുക്ക് ഈ നിമിഷം ആയിരിക്കാം. അങ്ങനെ ആവുമ്പോൾ ഹബക്കൂക്ക്
പ്രവാചകനെ പോലെ നമുക്കും പറയാൻ സാധിക്കും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കാരണം എൻ്റെ അപ്പൻ അറിയാതെ, എൻ്റെ അപ്പൻ്റെ അറിവ് കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പാ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അങ്ങു ഞാൻ അന്യനായി അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ, എൻ ദൈവമേ, അപ്പന്റെ സ്നേഹത്തോട് ചേർന്നു, നീ എന്നും ആ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നീ എന്ന് മതിയായവൻ. യേശുവേ, അപ്പാ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങളെ കരുതലോടെ താങ്ങുന്ന ദൈവമേ നന്ദി പറയുന്നു. എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ Hallelujah, Lord Jesus. You're my Lord, my strength. You're my healer, Lord Jesus. Thank you, Jesus. Hallelujah, hallelujah. എല്ലാ മക്കളും പാടട്ടെ, എല്ലാ മക്കളും പാടട്ടെ. വേദനിക്കുന്നവരുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ പാടട്ടെ. യേശുവേ, എന്റെ സ്നേഹമേ, നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ദൈവമേ, നീ എന്നും മതിയായവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തിൽ ആഴപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിച്ചേ മക്കൾ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവത്തെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു കർത്താവേ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്പർശനമേക്കുന്ന മക്കളുമേ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, അപ്പാ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്റെ സ്നേഹത്താൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ, യേശുവേ നന്ദി. Hallelujah, hallelujah. We praise you, Jesus. Thank you, Lord. യേശുവേ, hallelujah, Lord Jesus. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മാത്രമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രമാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നപ്പനെ, നമ്മുടെ അപ്പൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതം ഒന്ന് തുറന്നു വയ്ക്കാം. ഈ സ്നേഹത്തിൻ്റെ മാധുര്യം ജീവിതത്തിൽ പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും, അവൻ്റെ കൈ പിടിച്ച് നടക്കുന്നതിൻ്റെ മനോഹാരിത ജീവിതത്തിലെ പല അവസരങ്ങളിലും നമ്മൾ നുകർന്നിട്ടുണ്ടെങ്കിലും, പ്രിയമുള്ളവരെ, നമുക്കറിയാം, പലപ്പോഴും അവൻ്റെ കരം വിടുവിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകെ, ലോകത്തിൻ്റെ പുറകെ, ലോകം തരുന്ന സന്തോഷങ്ങൾക്ക് പുറകെ നമ്മൾ ചലിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാം, അപ്പോഴൊക്കെ നമ്മളെ മാറോട് ചേർക്കാനായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതും കാത്ത് ഓരോ നിമിഷവും കാത്തിരിക്കുന്നവനായിരുന്നു നമ്മുടെ അപ്പൻ. ആ അപ്പൻ്റെ ജീവിതത്തിൽ, ശരീരത്തിൽ ഏച്ച ഓരോ മുറിപ്പാടും എനിക്കും നിനക്കും വേണ്ടിയാണ്. എത്ര തള്ളി പറഞ്ഞിട്ടും
എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ നമ്മുടെ പുറകെ വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഓരോ വിശുദ്ധ ബലിയിലും അവൻ നമുക്കായിട്ടാണ് മുറിയപ്പെടുന്നത്. എനിക്കും നിനക്കും ജീവനേകാൻ, ഞാനും നീയും മാന്യനാകാനാണ്. അവന്റെ ആ മുഖത്തിലൂടെ ചോരയുടെ ചാൽ കീറിയത്, അവന്റെ ശരീരത്തില് ചാട്ടവാറടിയേറ്റത്, മുറിയപ്പെടുന്ന അവന്റെ മുറിവുകളിലേക്ക് നമ്മുടെ ഭാവാവസ്ഥകളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ ഭീതികളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം ഈ നിമിഷം നമുക്ക് കൊടുക്കാം. ആ കുരിശിൻ ചുവട്ടില് കൊണ്ടുവന്ന് വെക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടിയാണ് അവൻ പീഡകൾ സഹിച്ചു. അവന്റെ മുറിവിനാലാണ് നമ്മൾ സുഖമാക്കപ്പെട്ടത്. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖം ശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖം ശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ നീ മാന്യനായിടുവാ, മകളേ മകളേ നീ മാന്യനായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ആ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. കുരിശിന്റെ വിരിമാറിൽ കിടന്ന് പിടയുമ്പോഴും അവൻ പറയാണ്, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും എന്റെ തിരുരക്തം ഒഴുക്കി നിന്നെ ഞാൻ വെണ്മയുള്ളവനാക്കാം. നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, എത്ര കടുപ്പേറിയ പാപമാണെങ്കിലും അവന്റെ തിരുരക്തം ഒഴുകും. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ. മകനേ നീ മാന്യനായി
പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നിന്റെ സൗഖ്യം, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ കർത്താവേ. ഈശോയെ, നിന്നോട് യാചിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, പ്രാർത്ഥന യാചിക്കുന്നുണ്ട്. ഈശോയെ, നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക്, നിന്റെ കൃപയിലേക്ക് അവരെല്ലാം ചേർത്ത് വെക്കുകയാണ്. നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ സകല മനുഷ്യരും കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയിൽ നിന്നും കർത്താവെ, കടബാധ്യതകളിൽ നിന്നും തകർച്ചകളിൽ നിന്നെല്ലാം കർത്താവ് വലിയ വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവീടം ആഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവീടം ആഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. മകനേ മകനേ, നീ നോക്കുക, ഈശോയെ സമർപ്പിക്കുന്നു. സകലതും തരുന്നു കർത്താവേ. നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഏറ്റുപറയുക. നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഏറ്റുപറയുകയാണ്. നിന്റെ സന്തോഷവും സ്നേഹവും നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. നിനക്കായി തകർന്നിടുന്നു, നിനക്കായി തകർന്നിടുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്കൊന്ന് ശാന്തമായിട്ട് നമ്മുടെ കരങ്ങളൊന്ന് ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം നമുക്കൊന്ന് സമർപ്പിച്ചു നോക്കി. നമ്മൾ സന്തോഷത്താൽ നിറയുന്ന അനുഭവം ഉണ്ടാകും, സൗഖ്യത്താൽ നിറയുന്ന അനുഭവം ഉണ്ടാകും. എല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കും. നമ്മൾ ഈ നിമിഷങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നമ്മുടെ അധരങ്ങളെ സംസാരിക്കട്ടെ. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. മറ്റൊന്നും ചോദിക്കേണ്ടതില്ല. എല്ലാം ദൈവം തരും. എല്ലാം ഈശോയുടെ പക്കലുണ്ട്. നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ട്. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നവനാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുന്നവനാണ്. എന്നെ കൈവിടാത്തവനാണ്. ഈശോയുടെ വചനം പറയും, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ള വലിയ പദ്ധതികളുള്ള ദൈവം. ആ ദൈവത്തോടാണ് നമ്മൾ യാചിക്കുന്നത്. ആ ദൈവത്തോടൊപ്പം നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയട്ടെ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരട്ടെ. ഈശോയുടെ കൃപയാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാണനാഥനായ ദൈവത്തെ ഒന്ന് ചേർത്തൊന്ന് കെട്ടിപ്പിടിക്കാം. ഈശോയെ
ഈശോയെ, നീ എൻ്റെ പ്രാണനാഥനാണ്, നീ എൻ്റെ സ്നേഹമാണ്, ദാഹമാണ്. ദാഹത്തോടെ ഞാൻ വിളിക്കുന്നു. താവേ, നീ എന്നിലേക്ക് നിറയണമേ, നീ എന്നിൽ നിറയണമേ. Dear friends, praise the Lord. We read in the St. Paul's letter to the Philippians, chapter 4, verse 4. Rejoice in the Lord always. I will say again, rejoice in the Lord. Now, when we think about the word rejoice, what does it come to our mind? And then, is it really possible to rejoice in the Lord always? The scripture says that this is something that was experienced by Jesus. We read in the chapter of St. Luke, chapter 10, verse 21. Jesus rejoiced in the Spirit. Jesus rejoiced and then prayed. We continue to read that verse from the Gospel of St. Luke. In that same hour, he rejoiced in the Holy Spirit and said, I thank you, Father, Lord of heaven and earth, that you have hidden these things from the wise and understanding and revealed them to little children. So, when St. Paul is telling us, or telling this exhortation, he is just imitating the Lord Jesus. If Jesus rejoiced in the Spirit, and we have that privilege to rejoice in the Lord. Now, this advice to rejoice in the Lord is a very profound. Teaching that we can really practice in our day-to-day life. Now, the book of Philippians is the Apostles' letter to the church at Philippi to share with them wisdom, to encourage them for living out their faith in Christ, and also requesting them to stand firm when struggles and temptations and persecutions occur. Now, remember, when it comes to suffering on our way, Paul was definitely an expert. And if we go through the letters of St. Paul, we find him giving expert advice to people to live their lives. He endured severe persecution for his belief, and then even his ministry, he had to do all kinds of troubles. So, advice from him to rejoice in the Lord is not an idea that he is sharing, but it is his own life experience, his own experience of living the Lord. So, when he says how he has learned this truth, we can always imbibe this teaching in our life. Now, what does it mean when we say, rejoice in the Lord always? The Bible conveys that to rejoice in the Lord is to have a joy or delight in the Lord. And that is what we see in the life of Jesus. Now, how do we do that? How we might ask, well, how is it possible? Well, think of God as you would someone you can see in front of you. And we feel very much at home when we are in our family, when we are with our loved ones, because there is so much joy when we meet people whom we like. And God is a person
who created us, who sustains us, and who is continuously with us. So when you spend some time, spend time with someone that brings joy and happiness, we do certainly rejoice or delight in being with him or her. And that is exactly an example how God can be with us. We cannot see God, we cannot see Jesus, we cannot see the Holy Spirit, but we know that they are with us. They are as close as anyone we can, and we feel their presence. We feel them. We feel their presence. We feel their company when we spend time in prayer in our day-to-day lives, and you feel their, or we feel their presence when we feel we calm down ourselves in the midst of chaos, happiness, or positivity, in the midst of sadness. So, when we are rejoicing in Him, we are rejoicing in His company. We are rejoicing. We are grateful to the Lord because we are in the company of God. And this is the truth that Jesus communicates to us daily. Especially in our present times, it is very hard to rejoice in the Lord. When there is pain and struggle and sadness all around us, however, it is possible and it should be possible to love the Lord, to rejoice in the Lord. And even when we don't feel like, or when we are grappling with too much of pain, think of God who can and who is, and the sure support for our life. Now when we feel, when we rejoice in the Lord, we begin to feel peace in our situations, peace in our hearts and minds, because we feel, we understand, and above all we affirm that God is with us. And I just would like to close this small reflection of rejoicing in the Lord, which is said by Jesus himself, affirmed by St. Paul, with a short prayer. Thank you, Lord, for loving us and caring us. For you know the plan ahead of us. You know the plan that you have for all of us. It is not always easy for us to rejoice and remain hopeful in you always. But we think, we feel that at times we have been in similar situations and positions. We remember the manifold instances where you have been our refuge and you blessed us. You continue to bless us. And we come to you to remain with you, to rejoice with you in our life. And we know that it is our life that leads us to you always. We are pilgrims on this journey of eternity. Make us always feel that you are with us, and that we may always rejoice in you, in your goodness. Amen. സംഗീതം 95. വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണവുമാകുന്നു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. തമ്പുരാനെ, അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങാണ് ഞങ്ങളുടെ ആദ്യവും അന്ത്യവും എല്ലാം.
ഈശോയെ, എത്രയോ തേജസ്വരൂപനായ അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, തമ്പുരാനെ, എല്ലാ വിഷമഘട്ടങ്ങളിലും ആപത്തുഘട്ടങ്ങളിലും സന്തോഷത്തിലും അങ്ങയുടെ കൂടെ നിന്ന് അങ്ങയോട് ചേർന്ന് എല്ലാം അനുഭവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈശോയെ. തമ്പുരാനെ, അങ്ങ് തരുന്ന ഓരോ വേദനകളും ഈശോയെ, അത് ഞങ്ങളെ ഒരുക്കുന്നതാണ് ഈശോയെ എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. തമ്പുരാനെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എമിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആ മകൻ്റെ തളർച്ചയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, തമ്പുരാനെ, എമിലിൻ്റെ അപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ, അവരുടെ കുടുംബത്തിന് നീ വലിയൊരു താങ്ങായിരിക്കണം ഈശോയെ. അവരുടെ ഓരോ വേദനകളും സഹിക്കുവാനുള്ള കൃപ നീ അവർക്ക് കൊടുക്കണമേ ഈശോയെ. തമ്പുരാനെ, ആ മകനെ നീ വിചാരിച്ചാൽ തൊട്ട് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയെ. തമ്പുരാനെ, ഓരോ വിളിയിലും ഓരോ നോട്ടത്തിലും ഈശോയെ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം കാണുന്നു ഈശോയെ. തമ്പുരാനെ, ഞങ്ങളുടെ മാർട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. തമ്പുരാനെ, അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു കാര്യമാണെങ്കിലും ഈശോയെ, ആ മകൻ ഇന്നും ഞങ്ങളിൽ തന്നെ പൂർവാധികം ശക്തിയോടെ തന്നെ ജീവിക്കുന്ന ഈശോയെ. തമ്പുരാനെ, അവനെയും നീ സുഖപ്പെടുത്തണമേ ഈശോയെ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയാണത്. എന്നിരുന്നാലും അങ്ങയുടെ ഹിതമാണ് നിറവേറേണ്ടത്. 7 വിളക്കിനുകൾ നടുവിൽ ഈശോയെ, ആ വിളക്കുകൾക്കെല്ലാം അതീതമായി അങ്ങയുടെ ശോഭ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പതിപ്പിക്കണമേ ഈശോയെ. ആ വെളിച്ചത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ ഈശോയെ. ആദ്യനും അന്ത്യനും നീ മാത്രമാണ് ഈശോയെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചകൾക്കും ഈശോയെ അങ്ങല്ലാതെ വേറെ ആരും യോഗ്യരല്ല ഈശോയെ. എല്ലാ ശുശ്രൂഷകളും ഈശോയെ അങ്ങയുടെ പുകഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഈശോയെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ ഈശോയെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ, ദിവ്യബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നും എന്നും നിത്യരക്ഷ കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ. തമ്പുരാനെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈശോയെ. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന
പരമ ദിവ്യകാരുണ്യമായി എന്നും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കും. ക്രോവ്യന്മാരോടും സഭ്യന്മാരോടും സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ദിവ്യകാരുണ്യമേ, എല്ലാവരും ആരാധിക്കട്ടെ. സ്തുതികൾക്ക് യോഗ്യനായവനെ, ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു യേശുവേ. ആരാധന കർത്താവേ. ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധന മഹത്വത്തോടെ ആരാധിക്കാം. സ്തുതിക്ക് യോഗ്യനായവനെ, സർവശക്തനെ, രാജാതിരാജനെ ആരാധന. യേശുവേ, യേശുവേ, സ്തുതി, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദിവസം കൂടി ഈ 1 മണിക്കൂർ നേരം സഹോദരങ്ങളോട് ചേർന്ന് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അവിടുത്തെ പാടിപ്പുകഴ്ത്താനായിട്ട് നമുക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.
സങ്കീർത്തനം 31:11 ഇങ്ങനെ പറയുന്നു: അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രമഴിയിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തു. അതെ, ഓരോ നിമിഷവും അവിടുത്തെ സ്നേഹത്തെയോർത്ത്, കരുണയോർത്ത് നമുക്ക് അവിടുത്തെ പാടിപ്പുകഴ്ത്താം. അവിടുത്തെ മുമ്പിൽ നന്ദിയോടെ ആയിരിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 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 എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഏറ്റവും നന്ദിയോടെ ഞങ്ങളുടെ അച്ഛനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഫാദർ ടോം അങ്ങോട്ട് താഴെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ആയിരുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്തും നന്ദി പറയുകയാണ് ഈ നിമിഷങ്ങളിൽ. ഇനിയുള്ള ഞങ്ങളുടെ ലൈവ് സെഷന് അടുത്ത മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും തന്നെ ചെയ്യുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകളെല്ലാം ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. ഞങ്ങളുടെ ഈ ഒരു റിവലേഷൻ പേജ് ഫേസ്ബുക്ക് പേജിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് പേജിലും നമ്മൾ ഈ ഒരു പ്രൈസ് വർഷിപ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അനേകരിത് കണ്ട് പ്രാർത്ഥിക്കുവാനും അവർക്കെല്ലാം ആശ്വാസമാകുവാനും നമ്മളുടെ ഒരു പ്രവൃത്തി മൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകം എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാനും ഒക്കെ തുനിയുക. എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.